അസ്സലാമു അലൈക്കും. നമുക്കിന്നൊരു പറവണ്ണ ഉണ്ണിയാൽ ഏരിയ റോഡിൽ നമുക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാനുണ്ട്. ഇൻഷാ അള്ളാ റുബീന എന്ന ആൾ ഭാര്യയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. നമുക്ക് റാഷിദിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആളിവിടെ വീട്ടിലുണ്ട്. ഇപ്പോൾ ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എത്തിയതാണ്. ഇൻഷാ അള്ളാ നമുക്കതിന് കൊടുത്തിട്ട് വരാം. നിങ്ങളെ കൂടെ പണിയെടുക്കണേ ലേറ്റ് ഏതാ ഫാന് വേണ്ട. എനിക്കറിയില്ല. നിങ്ങൾക്ക് തന്നത് ആരാ? നിങ്ങളെ കൂടെ ജോലി എടുക്കണ ആരെങ്കിലും നിങ്ങളായിട്ട് നല്ല ഡീപ്പായിട്ടുള്ള ആളുണ്ടാ? ഭയങ്കര ഡീപ്പായിട്ട് കുറേ കാലമല്ല ജോലി നടമണിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടമണിയല്ല ടൈലിൻ്റെ പരിപാടിയല്ല. ഇൻഷാ അള്ളാ അള്ളാഹു ബർക്കത്ത് നൽകട്ടെ ജോലിയിൽ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് തരാൻ സാധ്യതയുള്ള ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് ഇതേമാതിരി ഇങ്ങനെ ആരെങ്കിലും തന്നിക്കണം മുന്നേ ബർത്ത്ഡേ ഗിഫ്റ്റ്? ആരും തന്നിട്ടില്ല അല്ലേ? മാത്രമല്ല നമുക്കൊരു കേക്കും ഉണ്ട് കേട്ടോ. ഇതോടെ ഇരുന്നോട്ടല്ലേ? എന്നാ മോളെ കേക്ക് ആയിട്ട് വയ്ക്കാം. ഫ്രിഡ്ജിൽ കൊണ്ടൊക്കെ നിലത്തിടുവോ? ആ അപ്പോൾ ആരാവുന്നാലും ഇപ്പോൾ ഈ ഫ്രണ്ട് സർക്കിളിൽ ഇപ്പോൾ ആരാ തരാൻ സാധ്യത? ഒക്കെ കണക്കല്ലേ കമ്പനിക്കാർ. പിന്നെ ഇപ്പോൾ അതല്ലെങ്കിൽ പിന്നെ വരെ തരാൻ സാധ്യത ഇപ്പോൾ ആരാണ്? വൈഫ് ഉറപ്പാ? വൈഫ് തരുമോ? എൻ്റെ മുന്നേ തന്നിക്കണല്ലേ? അവളെ ഇതിൻ്റെ പരിപാടിയല്ലേ? ഈ ആണ്ട് കൊടുക്കലുണ്ട് മാഷാ അള്ളാ. അപ്പോൾ അവർ തമ്മിൽ നല്ല മനപ്പുറത്താന്ന് മനസ്സിലായി. ഇവള് വേഗം പറയാൻ വന്നത് ആദ്യം തന്നെ വൈഫിൻ്റെ പേരാണ് റുബീന അല്ലേ? റുബീനാൻ്റെ പേരാണ്. ഇൻഷാ അള്ളാ മോളാണോ പോയത്? ഒരാളുള്ളത്. ഇൻഷാ അള്ളാ. അപ്പോൾ ഓക്കെ. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ. അപ്പോൾ വൈഫിന് നിങ്ങൾ എന്ത് ചെയ്യുക? നല്ല സ്നേഹിക്കുക. കാരണം ആൾ കുറച്ച് ദിവസം മുന്നേ തന്നെ എന്നെ കോൺടാക്ട് ചെയ്ത് പറ്റണ മാതിരി കാര്യങ്ങളൊക്കെ ഉഷാറാക്കണം. അവളതിനനുസരിച്ചൊക്കെ വെച്ച് സെറ്റാക്കി. അപ്പോൾ ഓക്കെ എന്നാൽ ഇപ്പൊ കൊടുത്ത് സെറ്റാക്കി കഴിഞ്ഞിട്ടാ. റുബീന എവിടെ മറിഞ്ഞിട്ടുണ്ട് എനിക്കറിയാം. ഓക്കെ. അസ്സലാമു അലൈക്കും. ഉള്ളിൽ ചിരിക്കുന്നുണ്ട്. ഓക്കെ ശരി. അപ്പോൾ പോവാവൂലേ? ഇറങ്ങാവൂലേ? ഞങ്ങളൊന്ന് കറങ്ങി മറ്റേ